കെ.പി.സി.സി പുനഃസംഘടനയിലും ഇപ്പോഴുണ്ടായ മാറ്റങ്ങളിലുമൊക്കെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കൂടെയായ കെ മുരളീധരൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ അതൃപ്തിക്ക് കാരണം? അദ്ദേഹം എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്? അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം പരാതികൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉരുകുകയായിരിക്കും അല്ലേ? അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ ഏറ്റവും അധികം അവഗണന നേരിടുന്ന പാർട്ടി നേതാവിൻ്റെ പേര് കെ മുരളീധരനാണ്. അദ്ദേഹത്തെ നേമത്ത് കൊണ്ടുപോയി പരാജയപ്പെടുത്തി. പിന്നീട് വടകരയിൽ അദ്ദേഹത്തിന് വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം തുടർച്ചയായി തന്നെ 5 വർഷം അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിന്ന് പ്രവർത്തിച്ചപ്പോഴാണ് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് എത്തിക്കുകയും തൃശ്ശൂരിലെത്തി അദ്ദേഹം ദയനീയമായി തന്നെ പരാജയപ്പെടുകയും ചെയ്തു. അതെ, 2ാം സ്ഥാനം പോലും ഇല്ല. പോകട്ടെ, ഒരു കാലത്ത് ഈ കരുണാകരന്റെ എല്ലാം തട്ടകമായിരുന്നു തൃശ്ശൂർ. ആ തട്ടകത്തിൽ അദ്ദേഹം 3ാമതാണ് പോകുന്നത്. മനോരമയുടെ ഈ സർവേ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ മനോരമ എല്ലാ കാലത്തും UDF-മായി അടുത്ത് നിൽക്കുന്ന ഒരു ചാനലല്ല. ആ സർവേ ബലത്തിൽ അദ്ദേഹമായിരുന്നു വിജയിച്ചു നിന്നത്. കാരണം 3ാം സ്ഥാനത്ത് സുരേഷ് ഗോപി. പക്ഷെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർവേയിൽ സുരേഷ് ഗോപി 1ാമതും മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അദ്ദേഹം അതിനുശേഷം അദ്ദേഹം വിചാരിച്ചിരുന്നത് പാലക്കാട് മത്സരിക്കാമെന്നാണ്. പാലക്കാട് മത്സരിക്കാമെന്ന് പ്രതീക്ഷിക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ മുരളീധരന്റെ പേരായിരുന്നു ലിസ്റ്റിൽ 1ാമതായി കൊടുക്കുന്നത്. പിന്നീട് അവിടെയും പാർട്ടി അവഗണിച്ചു. ഏറ്റവും അവസാനം അദ്ദേഹം കരുതിയത് KPCCയുടെ പ്രസിഡന്റായി കടന്നു വരാമെന്ന്. ആ രീതിയിൽ വലിയ രീതിയിൽ ചർച്ച ഉണ്ടാകുകയും അവിടെയും അദ്ദേഹം അവഗണിക്കപ്പെടുന്ന ഒരു സാധ്യതയാണ് ഉണ്ടായത്. ആ സാഹചര്യത്തിന് പിന്നാലെയാണ് അദ്ദേഹം പറയുന്നത് KPCC അടക്കമുള്ള ഭാരവാഹികളുടെ ഈ പട്ടിക കാണുമ്പോൾ തന്നെ വലിയ രീതിയിൽ അസംതൃപ്തി ഉണ്ടെന്നും അദ്ദേഹം പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യം ഈ KPCCയുടെ പ്രസിഡന്റ് ഉണ്ട് നിലവിൽ സണ്ണി ജോസഫ്. അദ്ദേഹം MLA കൺവീനർ ഉണ്ട്. അദ്ദേഹം അടൂർ പ്രകാശ് MP ആണ്. പിന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. ഷാഫി വടകരയിൽ നിന്നുള്ള MP ആണ്. അനിൽകുമാർ അദ്ദേഹം മലപ്പുറം ഉള്ള ഒരു MLA ആണ്. പിന്നീട് വിഷ്ണുനാഥ് അദ്ദേഹം കൊല്ലത്തിൽ നിന്നുള്ള MLA ആണ്. ആ രീതിയിലാണ്. അങ്ങനെ MLA-മാർക്കും MP-മാർക്കും മാത്രം മതിയോ, ജനപ്രതിനിധികൾ മാത്രം പാർട്ടിയെ നയിച്ചാൽ മതിയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം പരാജയപ്പെട്ട് നിൽക്കുന്നവരെയും പരിഗണിക്കാം. ഇദ്ദേഹം പരാജയപ്പെട്ട് നിൽക്കുന്നവരാണല്ലോ. പരാജയപ്പെട്ടവരുണ്ട്, മത്സരിക്കാത്തവരുണ്ട്. അങ്ങനെ ജനപ്രതിനിധി അല്ലാത്തവരെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് DCCയുടെ എല്ലാം ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന പലരും MLA-മാരാണ്. ആ രീതിയിലുള്ള വലിയ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അത് കൃത്യമായ ഒരു ചോദ്യം കൂടിയാണല്ലേ. ഈ ജനപ്രതിനിധികൾ മാത്രം ഒരു പാർട്ടിയിൽ അങ്ങനെ ആയിരുന്നാൽ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കാരണം ഇപ്പോൾ BJP-യിലെ നാം പരിശോധിക്കുമ്പോൾ അറിയാം, ദേശീയ തലത്തിലല്ല അവർക്കൊന്നും ഇരട്ട പദവികളൊന്നും കൊടുക്കുന്ന ഒരു സാഹചര്യം അവർ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ആ കുറയ്ക്കാനുള്ള ശ്രമം പോലും ഇപ്പോൾ കോൺഗ്രസിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം കുറച്ച് നാളുകളായി തന്നെ ഈ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പ്രത്യേകിച്ച് കെ മുരളീധരനും ശശി തരൂരും അടക്കമുള്ളവർ. ശശി തരൂർ തുടർച്ചയായി തന്നെ ഈ BJP-ക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തി വരികയാണ്. ചിലപ്പോൾ ശശി തരൂരാണോ മുരളീധരനാണോ ആദ്യം BJP-യിൽ പോകുന്നതെന്നൊരു സംശയം മാത്രമേ ഇനി നാം കാണേണ്ടതുള്ളൂ. കാരണം പണ്ട് കാലങ്ങളിലെല്ലാം ഇത്തരം ചർച്ചകൾ തന്നെ ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കുമെന്ന് സംശയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമില്ല. കാരണം പത്മജ വേണുഗോപാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആന്റണിയുടെ മകൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ BJP പാളയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഹോദരി വിളിക്കുമ്പോൾ ചിലപ്പോൾ പോയേക്കാം എന്നൊരു ചിന്തയുണ്ട്. ആ രീതിയിലുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അദ്ദേഹം ആ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ മത്സരിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയുള്ളത്. അല്ലാതെ കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും ദുർബലമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ സഹോദരി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹം ഏത് മണ്ഡലത്തിൽ പോയാലും അവിടെ പരാജയപ്പെടുത്താൻ പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് ഈ സഹോദരി തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് നാം അതിന് ഏറ്റവും അതിനൊരു സാഹചര്യം നാം കണ്ട തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ഇദ്ദേഹത്തെ തിരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഈ കോൺഗ്രസിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ പോലും ഇദ്ദേഹത്തെ 3ാം സ്ഥാനത്തിലേക്ക് പോയി. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തെ അവിടെ പരാജയപ്പെടുത്താനുള്ള ഒരു കൃത്യമായ ഒരു അജണ്ട തന്നെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പോകുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി 2026 ആയിരിക്കും ഇവരുടെ നിർണായക ഒരു തീരുമാനിക്കുന്നത്. കേരളത്തിൽ അവർ ആ പാർട്ടി നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് 2026 തെരഞ്ഞെടുപ്പായിരിക്കും. ആ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കൃത്യമായി തന്നെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാ നേതാക്കളും ഈ വിമർശനം ഉന്നയിച്ച് നിൽക്കുന്ന നേതാക്കളെന്ന് പിന്നെ അവർക്കറിയാം ഇനി കോൺഗ്രസിനെ കൊണ്ട് ഇവിടെ കാര്യമില്ലെന്ന്. ഒന്നെങ്കിൽ LDF-ലേക്ക് പോകും,
അല്ലെങ്കിൽ BJP-യിലേക്ക് പോകും. അങ്ങനെ BJP-യിൽ മാത്രം പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. LDF-ലേക്കും വലിയ തോതിൽ തന്നെ നേതാക്കൾ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ അനിൽകുമാർ അല്ലേ, കോൺഗ്രസിന്റെ സോളാർ സമരകാലത്തെല്ലാം വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി പൊരുതിയ ഒരു നേതാവായിരുന്ന അനിൽകുമാർ ഇന്ന് LDF-ന്റെ പാളയത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ LDF-നെതിരെയും CPM-നെതിരെയും പോരാടിയ ഒരു നേതാവായിരുന്നു P. സരിൻ ഇന്ന് എവിടെയാണ്? LDF പാളയത്തിലാണ്. ആ രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരിക്കും, ചിലപ്പോൾ ഒരു മാറ്റമായിരിക്കും കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ടാണ് അവർ കൃത്യമായി തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ മാറ്റമായിരുന്നു സുധാകരൻ അടക്കമുള്ള നേതാക്കളെല്ലാം മാറ്റുന്നത്. കാരണം ഈ സംഘടന കൂടുതൽ ഊർജ്ജസ്വലമാക്കി ഒരു വലിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി 2026 തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരിക എന്നൊരു മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നടന്നില്ലെങ്കിൽ പൂർണ്ണമായി തന്നെ ആ പാർട്ടിയെ വിഴുങ്ങാനായി രണ്ടുപേരും നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് BJP-യും മറ്റൊരു ഭാഗത്ത് LDF നിൽക്കുന്നത് അവർ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിയുമ്പോഴും ഈ നേതാക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതാണിപ്പോൾ പ്രധാനമായും കോൺഗ്രസിനെ അലട്ടുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുന്നതായിരുന്നു ശശി തരൂരിന്റെ പ്രസ്താവന. നമുക്കറിയാം, കേരളത്തിൽ വികസനം വരുന്നു, വ്യാവസായികപരമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെയാണ് LDF ഉണരുന്നത്. ഈ 2024 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിന്ന LDF വീണ്ടും ഉണരുന്ന കാഴ്ച ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ്. കാരണം നേതാക്കൾ വരുന്നു, അതോടുകൂടിയാണ് പിണറായി വിജയന് തന്നെ ഊർജ്ജം ലഭിക്കുന്നത്. അദ്ദേഹം രംഗത്തെത്തി പറയുകയാണ്, ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ്, ഞങ്ങളുടെ വികസനത്തെക്കുറിച്ച് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ സംസാരങ്ങൾ വരുന്നു, പ്രസ്താവനകൾ വരുന്നു, കണ്ടില്ലേ ഞങ്ങളുടെ വികസനം എന്ന രീതിയിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ഉണർവ് നൽകിയത് കോൺഗ്രസ് ആണ്. അതിനുശേഷം എടുത്തു പറയണം, അതെ, ഇപ്പോൾ അതിന് സമാനമായി തന്നെ പാർട്ടിയിൽ വിഭാഗീയത ഉള്ളതായും അസംതൃപ്തി ഉള്ളതായും നേതാക്കൾക്കിടയിൽ പ്രതിസന്ധി ഉള്ളതായും മറ്റൊരു നേതാവ് കൂടി തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇത്തരം തുറന്നു പറച്ചിലുകൾ കൊണ്ടെത്തിക്കാൻ പോകുന്നത് പിണറായി ഭരണത്തിലേക്കാണോ, മൂന്നാം പിണറായി സർക്കാരിലേക്കാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ള ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. കോൺഗ്രസിന്റെ ശാപം ഇതാണ്. കാരണം ഈ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയാൽ ജനങ്ങൾ അവരെ സ്വീകരിക്കും. പക്ഷെ ഒരു ഐക്യമില്ല. ആ രീതിയിലുള്ള ഐക്യമില്ലായ്മ അതാണ് വലിയ രീതിയിൽ പ്രതിസന്ധി. പക്ഷെ നാം LDF-നെ പരിശോധിച്ചാൽ അവിടെ പല പ്രതിസന്ധികളും വിഭാഗീയത കാണും. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ഒറ്റക്കെട്ടാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാക്കേ ഉള്ളൂ, ഒരു സ്വരമേ ഉള്ളൂ, ഒരു തീരുമാനമേ ഉള്ളൂ. ഇവരുടെ അടിയും പിടിയും എല്ലാം ചിലപ്പോൾ കമ്മിറ്റികളിൽ മാത്രം. അതെ, അത് അവരുടെ പാർട്ടിക്ക് ഉള്ളിലെ പ്രശ്നമാണ്. ജനങ്ങളും അതിനങ്ങനെയാണ് കാണുന്നത്. പാർട്ടിക്ക് ഉള്ളിൽ അവർ കലഹിച്ചോട്ടെ, പക്ഷെ ജനങ്ങളുടെ മുന്നിൽ അവർ ഒറ്റക്കെട്ടാണ്. ഒരു തീരുമാനമേ ഉള്ളൂ, ഒരു വാക്കേ ഉള്ളൂ അവരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് അവർക്ക് ഈ തുടർച്ചയായി തന്നെ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത്. നാം പരിശോധിച്ചാലേ അറിയാം, ഈ കോൺഗ്രസ് അവസാനം ഒരു മികച്ച വിജയം കൊയ്തിട്ട് 2001 ആ കാലത്തിന് ശേഷം നാം നോക്കുകയാണെങ്കിൽ പിണറായി 2011 അവർ ഞെരുങ്ങി വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയൊക്കെയാണ് ജയിച്ചു വന്നത്. 2 സീറ്റോട് കൂടി, 2 സീറ്റിന്റെ ഭൂരിപക്ഷം, ഏതാണ്ട് വാസ്തവം പറഞ്ഞ 2 സീറ്റല്ല, 1 സീറ്റിന്റെ ഭൂരിപക്ഷമാണ്, 71-69. പിന്നീട് അത് അവിടുന്ന് സെൽവരാജി പറഞ്ഞതുപോലെ നെയ്യാറ്റിൻകരയിൽ രാജിവെച്ച്, പാർട്ടിക്കുള്ളിലെ വിഭാഗീയത നിമിത്തം രാജിവെച്ച് കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിന്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുകയും ചെയ്തു. അപ്പോഴാണ് അത് 72 സീറ്റായത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഒറ്റക്കെട്ടായി നിന്ന് വിജയം കൊയ്തിട്ട് തന്നെ വർഷങ്ങളാകുന്നു. ആ പാർട്ടിയാണ് ഇനി 2026 വലിയ വിജയം കൊയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അവർ 2001 ആ സീറ്റ് വെച്ചാണ് ഇപ്പോൾ ഈ സർവേകളെല്ലാം മുന്നോട്ട് പോകുന്നത്. VD സതീശന്റെ ഒരു സർവേ ഉണ്ടായിരുന്നല്ലോ, CPM കോൺഗ്രസ് ഒറ്റയ്ക്ക് 62 സീറ്റ് വിജയിക്കുമെന്ന രീതിയിലുള്ള. അത് ആ കണക്കാണ്. ഈ 2001 ഈ 62 സീറ്റ് നേടുകയും 100-ലടുത്ത് സീറ്റുകളിലേക്ക് കോൺഗ്രസ് കുതിക്കുകയും ചെയ്തത്, UDF കുതിക്കുകയും ചെയ്തത്. ആ കാലഘട്ടം തന്നെ തിരിച്ചു വരുമെന്നാണ് ഇപ്പോൾ VD സതീശൻ സ്വപ്നം കാണുന്നത്. പക്ഷെ ആ കാലത്തൊന്നും BJP-ക്ക് വലിയ വോട്ട് ബാങ്ക് ഇല്ലായിരുന്നു. BJP വലിയ രീതിയിൽ സീറ്റ് പിടിക്കാനുള്ള, ശരിക്കും BJP മത്സരിക്കുന്ന പോലും ഇല്ലായിരുന്നു. BJP വലിയ രീതിയിൽ വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM വലിയ രീതിയിൽ പ്രചരണവുമായി, മുൻകാലങ്ങളിൽ CPM ഇത്തരം പ്രചാരണങ്ങൾ നടത്താറ് പോലും ഇല്ലായിരുന്നു. ഒരു ഫ്ലെക്സ് ബോർഡുകളെല്ലാം എണ്ണം കുറച്ചായിരുന്നു പണ്ടെല്ലാം അവർ മത്സരിച്ചിരുന്നത്, എപ്പോഴും ജനങ്ങൾക്കിടയിലായിരുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം നാം കേന്ദ്ര സർക്കാരിന്റെ മോദിയുമായി ബന്ധപ്പെട്ട് കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പിണറായിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കാണുന്നത്. അങ്ങനെ ഒരു വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം മുരളീധരൻ അടക്കമുള്ളവർ ഇങ്ങനെ
തങ്ങളുടെ അസംതൃപ്തിയെല്ലാം പുറത്തു പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾ വിചാരിക്കും ആ പാർട്ടിയിൽ വീണ്ടും തമ്മിലടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിജയിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ വീണ്ടും പിണറായി സർക്കാരായിരിക്കും അധികാരത്തിൽ വരിക.